ഇറാൻ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സമാധാനത്തിലേക്ക് നീങ്ങാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പറഞ്ഞ് ഒപ്പിട്ട കരാറിൽ എന്തായിരുന്നു തകരാർ? ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് എത്തിച്ചതിൽ ആ ധാരണാപത്രം ഒപ്പിടലിന് എന്ത് പങ്കാണ് ഉള്ളത്? ഈ ചോദ്യങ്ങൾക്കുത്തരം 14 ധാരണാപത്രത്തിന്റെ രൂപരേഖയിലും അത് സൃഷ്ടിച്ച അസമത്വത്തിലുമാണ്. കൂടാതെ ഇറാൻ തങ്ങളുടെ പ്രധാന ദേശീയ സുരക്ഷാ അതിർവരമ്പുകളെ എങ്ങനെ വിലയിരുത്തുന്നു, അവ ലംഘിക്കുന്നതിനെ എങ്ങനെ കാണുന്നു തുടങ്ങിയവയും നിർണായകമാണ്. ചുരുക്കത്തിൽ, ജന്മം കൊണ്ട ഉടൻ തന്നെ മരണം സംഭവിച്ചിരുന്നു ആ ധാരണാപത്രത്തിന് എന്നതാണ് വാസ്തവം. ഇറാനുമായുള്ള ധാരണാപത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ഫ്രാൻസിലെ G7 സമ്മേളനത്തിനിടെയായിരുന്നു. ആ ധാരണാപത്രം അസാധുവായി എന്ന് പ്രഖ്യാപിച്ചത് തുർക്കിയിൽ നടന്ന നാറ്റോ സമ്മേളനത്തിലും. ജൂലൈ 8 അമേരിക്ക ഇറാനിലെ 80 ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചപ്പോഴാണ് 23 ദിവസത്തെ സമാധാനം അവസാനിച്ചത്. ഇറാൻ ഉടനെ പ്രതികരിച്ചു. ഗൾഫ് മേഖലയിലെ 85 അമേരിക്കൻ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി. ഇപ്പോൾ വീണ്ടും അടി, തിരിച്ചടി, കയറിയടി എന്നിങ്ങനെ പോകുന്നു ഇറാൻ യുദ്ധം. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിൽ 14 ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ വാഷിംഗ്ടണിലേക്കും ടെഹ്റാനിലേക്കും പലവട്ടം പറന്ന് ഇരുഭാഗത്തെയും സമന്വയത്തിൽ എത്തിച്ചാണ് ധാരണാപത്രം ഒപ്പിടുന്നതിൽ എത്തിച്ചത്. അമേരിക്കയും ഇറാനും നിബന്ധനകൾ വെച്ചു. അതിൽ പരസ്പരം യോജിക്കാൻ അമേരിക്കയ്ക്കോ ഇറാനോ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്താണ് ഒരു സമന്വയമുണ്ടാക്കിയത്. 14 കരാറിൽ 12 ഇറാൻ അനുകൂലമായിരുന്നു. പക്ഷേ അതിനോട് യോജിപ്പില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി തന്നെ പറഞ്ഞതുമാണ്. സമാധാന ശ്രമം എന്ന തരത്തിൽ മാത്രമാണ് അതിന് അംഗീകാരം നൽകുന്നത് എന്ന് മുജ്തബ ഖമനേയി വ്യക്തമാക്കിയതുമാണ്. അതിന് പ്രധാന കാരണം അമേരിക്കയോടുള്ള അവിശ്വാസമാണ്. ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെ ആക്രമണം എന്ന അമേരിക്കൻ രീതി 2 വട്ടം ഇറാൻ അനുഭവിച്ചു. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ മാനസികാവസ്ഥയിലാണ് ഇറാൻ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ധാരണാപത്രവും വെടിനിർത്തലും അധികം നീണ്ടു നിൽക്കില്ല എന്ന ബോധ്യം ഇറാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയ യുദ്ധത്തിന് ഇറാൻ തയ്യാറായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ശാശ്വത സമാധാനം ഉറപ്പാക്കുന്ന ഒരു കരാറിലെത്താൻ അമേരിക്കയ്ക്കും ഇറാനും 60 ദിവസം നൽകിയിരുന്നു. ഹോർമുസ് വഴിയുള്ള എണ്ണക്കപ്പൽ സഞ്ചാരം ഉറപ്പാക്കുമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. ഇറാൻ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഹോർമുസ് പ്രദേശത്തെ നാവിക ഉപരോധം അമേരിക്ക പിൻവലിച്ചത്. ഹോർമുസ് കടൽ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് തുറന്നു. ഇറാന്റെ എണ്ണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ഉപരോധം US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കി. വലിയ വരുമാനമാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇറാൻ എണ്ണ വിൽപ്പനയിലൂടെ നേടിയത്, ഏകദേശം $4 ബില്യൺ. കൂടാതെ ലെബനനിലെ ഇസ്രായേലി ആക്രമണം നിർത്തണമെന്ന ഇറാന്റെ നിബന്ധനയും ഒരു കരാറായി മാറി. അങ്ങനെ ഇറാൻ ആവശ്യപ്പെട്ടതെല്ലാം സമ്മതിക്കുന്ന ധാരണാപത്രത്തിലാണ് ട്രംപ് ഒപ്പിട്ടത് എന്ന് കാണാം. അമേരിക്ക കടുത്ത നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത് എങ്കിലും ചെയ്തത് മുഴുവൻ വിട്ടുവീഴ്ചയായിരുന്നു. ഇസ്രായേലിന്റെ നിരന്തര ആവശ്യമായ ഇറാന്റെ മിസൈൽ പ്രഹരശേഷി പരിധി കുറയ്ക്കൽ കരാറിൽ ഇടം പിടിച്ചതുമില്ല. ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും നിലയ്ക്ക് നിർത്തണമെന്ന നിബന്ധന പോലും കരാറിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയ യുദ്ധത്തിൽ നിർണായകമാകുന്നത് ഹൂത്തികളും മിസൈലുകളുമാണ്. ആണവ പദ്ധതിയിലാകട്ടെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നോ പദ്ധതി തന്നെ വേണ്ടെന്ന് വെക്കണമെന്നോ പറയുന്നുമില്ല. അങ്ങനെ ഇറാന് വേണ്ടി ഒപ്പിട്ട ധാരണാപത്രത്തിൽ അസന്തുഷ്ടരായിരുന്നു അമേരിക്ക. അതിൽ ഒപ്പിട്ട നിമിഷം മുതൽ തന്നെ. അതിലുപരി ഇറാനിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നവയായിരുന്നു. വധിക്കപ്പെട്ട പരമോന്നത നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ പ്രാദേശിക രാജ്യങ്ങളും റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ശക്തികളും ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇറാഖിൽ പോലും സംസ്കാര ചടങ്ങുകൾ നടന്നു എന്നത് മറ്റൊരു പ്രധാന കാര്യമായിരുന്നു. ഇറാൻ പരാജയപ്പെട്ടതോ ഒറ്റപ്പെട്ടതോ ആയ ഒരു രാഷ്ട്രമല്ല എന്നും, മറിച്ച് വെല്ലുവിളിയുടെയും ഐക്യദാർഢ്യത്തിന്റെയും അഭിമാനത്തിന്റെയും പേരിൽ മറ്റുള്ളവരെ ഒന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നും ഇത് വ്യക്തമായ സന്ദേശം നൽകി. അമേരിക്ക അട്ടിമറിക്കാൻ കഠിനമായി ശ്രമിച്ച ആ ഭരണകൂടം പൂർണ്ണ നിയന്ത്രണത്തോടെ നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി മാറുകയായിരുന്നു ആ സംസ്കാര ചടങ്ങ്. ഈ ധാരണാപത്രം തകരാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇറാന്റെ കർശനമായ നിലപാടുകളാണ്, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം
ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് അടച്ചിട്ടാൽ ഒരു പ്രാദേശിക സംഘർഷം എങ്ങനെ വലിയൊരു ആഗോള പ്രതിസന്ധിയായി മാറുമെന്നതും അവർ തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സുഗമമാക്കാനുമുള്ള പൂർണ്ണ അധികാരം ഒമാനുമായി ചേർന്ന് നൽകുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഇറാൻ നിർബന്ധം പിടിച്ചു. അമേരിക്കയെ തൃപ്തിപ്പെടുത്തുന്നതിനായി വാണിജ്യ കപ്പലുകളിൽ നിന്ന് 60 ദിവസത്തേക്ക് യാതൊരു ഫീസും ഈടാക്കില്ല എന്ന വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഭരണപരമായ കാര്യങ്ങൾ സംബന്ധിച്ച വ്യവസ്ഥയിൽ ഹോർമൂസ് കടലിടുക്കിലെ ഭാവി ഭരണവും സമുദ്ര സേവനങ്ങളും സംബന്ധിച്ച് ഇറാൻ ഒമാനുമായി ചർച്ചകൾ നടത്തും എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇതിലൂടെ കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനായിരിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇറാൻ നിശ്ചയിച്ച പാതയും പരിശോധനാ കേന്ദ്രങ്ങളും ഒഴിവാക്കി ഹോർമൂസ് കടലിടുക്കിലെ തെക്കൻ പാതയിലൂടെ സഞ്ചരിക്കാൻ ചില കപ്പലുകൾ ശ്രമിച്ചു. അവയെ നിശ്ചിത പാതയിലേക്ക് തിരിച്ചുവിടാനായി ഇറാൻ മുന്നറിയിപ്പുകൾ നൽകുകയും അതിവേഗ ബോട്ടുകളെ വിന്യസിക്കുകയും ചെയ്തു. ജൂൺ 28-ന് ഒരു വാണിജ്യ കപ്പലിൽ നേരെ ഇറാൻ വെടിയുതിർത്തതോടെ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സൈനിക ഏറ്റുമുട്ടൽ തുടങ്ങി. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കടലിടുക്കിന്റെ ഭരണകാര്യങ്ങളിൽ ഇറാനാണ് മുൻകൈയെന്ന് ധാരണാപത്രത്തിലെ 5-ാം വകുപ്പ് വ്യക്തമാക്കുകയും ഓഗസ്റ്റ് 21 വരെ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഇറാൻ നിശ്ചയിച്ച സുരക്ഷിത പാത ഒഴിവാക്കാൻ കപ്പലുകൾ എന്തുകൊണ്ട് ഇത്രയധികം നിർബന്ധ ബുദ്ധി കാണിച്ചു? ഇതര പാതകൾ സ്വീകരിക്കാൻ ഈ കപ്പലുകളെ ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തതാണോ? രണ്ടാമതായി, തങ്ങളുടെ നാവികസേന ആ പ്രദേശത്ത് നിലയുറപ്പിക്കുമെന്നും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുമെന്നും അമേരിക്കയും ആഗോള കപ്പൽ ഗതാഗത മേഖലയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ജൂലൈ 7-ന് ആക്രമിക്കപ്പെട്ട 3 കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിടാൻ ഇറാന് എങ്ങനെയാണ് കഴിഞ്ഞത്? അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകൾ ദയനീയമായി പരാജയപ്പെട്ടില്ലേ? ധാരണാപത്രം റദ്ദാക്കിയെങ്കിലും സമാധാന ചർച്ചകൾ തുടരാൻ അനുവദിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതാണ്. ആക്രമണവും പ്രത്യാക്രമണവും കൂടി വരുമ്പോൾ ട്രംപ് പറയുന്നത് ചർച്ചകൾക്ക് തയ്യാറാകും വരെ ആക്രമണം തുടരുമെന്നാണ്. ഏത് ചർച്ച എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ചർച്ച എന്ന്, അതുകൊണ്ട് ചർച്ചകൾ ഉണ്ടാകുമെന്ന നിലപാടിലാണ് ട്രംപ്. US താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ വിജയകരമായ ആക്രമണങ്ങളുടെ എണ്ണം ആ മേഖലയിലെ US സുരക്ഷാ കവചത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതൊക്കെയാകാം ട്രംപിന്റെ വായിൽ നിന്ന് ചർച്ച എന്ന വാക്ക് വീണ്ടും വരാൻ കാരണം എന്നാണ് ചില പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇറാൻ ലംഘിച്ചെന്ന് അമേരിക്ക ആരോപിക്കുമ്പോഴും ശക്തമായ സൈനിക നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഇറാൻ. വൈദ്യുതി ഗ്രിഡുകൾ, പവർ സ്റ്റേഷനുകൾ, കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയ തങ്ങളുടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്കും യമനിലെ ഹൂതികളുടെ സഹായത്തോടെ ബാബൽ മന്ദേബ് കടലിടുക്കും അടച്ചിട്ട് ഇരട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ സംഘർഷം വീണ്ടും ആഗോളതലത്തിലേക്ക് വ്യാപിക്കുകയും സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ മേൽ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യും. അസംസ്കൃത എണ്ണയുടെ വില ഇതിനകം തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ദോഹ ചർച്ചകൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ സംഘർഷം അതിവേഗം രൂക്ഷമാകും. ഒഴിവാക്കാമായിരുന്ന ഒരു കുരുക്കിൽ അമേരിക്ക വീണ്ടും അകപ്പെടാനും സാധ്യതയുണ്ട്. ഇനി ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ വളരെ പണിപ്പെടേണ്ടി വരും ഖത്തറിനും പാകിസ്ഥാനും. അവരുടെ ഉറപ്പിൽ ഒപ്പിട്ട ധാരണാപത്രം 1 മാസം പോലും നീണ്ടുനിന്നില്ല. സമാധാനം ഉറപ്പാക്കാൻ അവർ വിചാരിച്ചാൽ കഴിയില്ലെന്ന് ഇറാന് മനസ്സിലാവുകയും ചെയ്തു. അമേരിക്കയെപ്പോലെ ശക്തമായ, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു രാജ്യത്തിന് മാത്രമേ ഇനി മധ്യസ്ഥതയ്ക്ക് കഴിയൂ എന്ന് ഇറാനിൽ പലരും കരുതുന്നുണ്ട്. ഒരേ സമയം അമേരിക്കയുമായും ഇറാനുമായും ബന്ധമുള്ള, അതേസമയം ഇരുവരോടും വിധേയത്വം കാട്ടാത്ത രാജ്യത്തിനോ രാജ്യങ്ങൾക്കോ മാത്രമേ ഇനി സമാധാനത്തിനായി ശ്രമിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തൽ അമേരിക്കയിൽ പോലും ശക്തമാണ്. ഇന്ത്യയുടെ പേര് ഇടയ്ക്കിടെ ഉയർന്നു വരുന്നത് ഇത്തരം ചർച്ചകളുടെ ഭാഗമായിട്ടാണ്.